ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് നഗരസഭാ വികസനം അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് LDF. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 6.5 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. പ്രതിഷേധ മാർച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വികസന ഫണ്ടും SC വിഭാഗങ്ങൾക്ക് നൽകുന്ന SC ഫണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ ജനറൽ ഫണ്ട് ഇനത്തിൽ 5,73,33,000 SC ഫണ്ട് ഇനത്തിൽ 53,75,000 രൂപയും കുറച്ചിരിക്കുകയാണ്. ഇതുവഴി നഗരസഭയുടെ പൊതുവികസനം, അംഗനവാടി കുട്ടികളുടെ ഭക്ഷണം, വയോമിത്രം വികസനം, ലൈഫ് ഭവന നിർമ്മാണം, റോഡ് നിർമ്മാണ പ്രവർത്തനം, ഇലക്ട്രിസിറ്റി, കൃഷി, വ്യവസായം, സ്കൂൾ മെയിന്റനൻസ്, സ്കൂൾ ഉച്ചക്കഞ്ഞി, പാലിയേറ്റീവ് പ്രവർത്തനം, ആരോഗ്യരംഗത്ത് മരുന്ന്, വാഹനങ്ങൾ, എല്ലാ പ്രവർത്തനവും സ്തംഭിക്കും. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 30-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ അംഗങ്ങളും മുനിസിപ്പാലിറ്റിയിലെ അംഗങ്ങളും ചേർന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ MU കബീർ സൂചിപ്പിച്ച പോലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റിന്റെ 37-38% തുക മാറ്റിവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് അംഗീകരിച്ചത്. ആ ബജറ്റ് നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണ്. ആ ബജറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇവിടെ 8 കോടി രൂപയുടെ പദ്ധതി രൂപപ്പെടുത്തിയത്. 8 കോടി രൂപയുടെ പദ്ധതി രൂപപ്പെടുത്തുമ്പോൾ ഓരോ മേഖലയ്ക്കും നീക്കിവെക്കപ്പെട്ട തുകയിൽ നിന്ന് 6 കോടി കുറയുമ്പോൾ ഓരോ പദ്ധതിയിൽ നിന്നും എത്ര കണ്ട് തുക കുറയും എന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഈ സമരത്തിന്റെ പരിമിതമായ സമയത്തിനകത്ത് ഈ മഴയത്ത് അത് വിശദീകരിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട അംഗൻവാടി പോഷകാഹാരം കൊടുക്കുന്നതും അതുപോലെ തന്നെ ആശുപത്രികളിലേക്ക്, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടിയിട്ടുള്ള ആയുർവേദ, ഹോമിയോ ഡിസ്പെൻസറികളിലേക്കൊക്കെ തന്നെ നാം വാങ്ങുന്ന മരുന്നിന് പോലും മാറ്റിവെക്കപ്പെടുന്ന തുകയിലാണ് വെട്ടിക്കുറവ് അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നതാണ്. നേതാക്കളായ PN സുരേന്ദ്രൻ, KD ബാഹുലയൻ, MU കബീർ, NK പ്രമോദ് കുമാർ, MA വേലായുധൻ, S ഉത്തമൻ, ജെയിംസ്, മിനി അരവിന്ദൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.